ദൈവവചനത്തിൽ നിന്ന് ജനം ഏറെ അകന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. എനിക്ക് വളരെ സങ്കടം ആ കാര്യത്തിലുണ്ട്. ഞാൻ കൃപയാൽ 22 വർഷമാകുന്നു വിശ്വാസ ജീവിതത്തിലേക്ക് ഇറങ്ങിയിട്ട്. ഒറ്റ വാക്കിലൊന്ന് പരിചയപ്പെടുത്തുക, അതിന്റെ ആവശ്യമില്ലെന്ന് അറിയാമെങ്കിലും. ഒരു പാരമ്പര്യ ഇസ്ലാമിക കുടുംബത്തിലാണ് ജനിച്ചു വളർത്തപ്പെട്ടത്. ബാപ്പയും ഉമ്മയും 2 പെങ്ങന്മാരും അടങ്ങുന്ന കുടുംബം. പിതാവ് ഞങ്ങളെ ഉപേക്ഷിച്ച് അതേ പശ്ചാത്തലത്തിൽ മറ്റൊരു കുടുംബമായി ജീവിക്കുന്ന ഒരു സാഹചര്യം കടന്നു വന്നു. അത് നിമിത്തം ജീവിതത്തിന്റെ പ്രതീക്ഷകളൊക്കെ തകർന്നു. ഉമ്മയെയും 2 പെങ്ങന്മാരെയും അമ്മയുടെ ചേച്ചി, ഞങ്ങളുടെ ഭാഷയിൽ വല്യമ്മ, നിങ്ങൾ വല്യമ്മച്ചി എന്ന് വിളിക്കുന്ന പോലെ വല്യമ്മയും അടങ്ങുന്ന ആ കുടുംബത്തെ എന്റെ തലയിൽ വെച്ചിട്ട് അപ്പൻ ഇറങ്ങിപ്പോയി. ജീവിതത്തിലെ പ്രതീക്ഷകളൊക്കെ അസ്തമിച്ചു നിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ മരിക്കണോ ജീവിക്കണോ എന്നറിയാതെ ചിന്തിച്ചു നിന്ന ഒരു സാഹചര്യത്തിൽ കർത്താവിന്റെ സ്നേഹം ജീവിതത്തിലേക്ക് കടന്നു വന്നു. അന്ന് കർത്താവിനെ അറിഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഞങ്ങൾ ജീവനോടെ ആയിരിക്കുന്നത്. ഉമ്മയും പെങ്ങന്മാരും എല്ലാം ഈ കൃപയിലേക്ക് കടന്നു വരുവാൻ കർത്താവ് സഹായിച്ചു. ഞാൻ എന്തിനാ അത്രയും പറഞ്ഞതെന്നറിയാമോ? പലരും ചോദിക്കാറുണ്ട്, എങ്ങനെയാ പിടിച്ചു നിൽക്കുന്നതെന്ന് എന്നോട് ചോദിക്കാറുണ്ട്. നേരിട്ട് ചോദിച്ചു, എങ്ങനെ പിടിച്ചു നിൽക്കുന്നതെന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ ഞാൻ അതിലെല്ലാം പറയുന്ന ഒറ്റ മറുപടിയേ ഉള്ളൂ. ഈ കൃപയാൽ 22 വർഷക്കാലം വിശ്വാസ ജീവിതത്തിൽ നിലനിൽക്കാൻ കഴിഞ്ഞത് പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഇല്ലാത്ത പട്ടുമെത്തയുടെ സമൃദ്ധമായ ഒരു ജീവിതത്തിലൂടെ പോയിട്ടല്ല. വളരെ പ്രതിസന്ധികൾ ജീവിതത്തിലുണ്ടെങ്കിലും ഇപ്പൊ വരെ നിൽക്കാനുള്ള കാരണം ദൈവവചനത്തിലുള്ള ആശ്രയമാണ്. കുറുക്കു വഴികളൊന്നുമില്ല. ദൈവവചനത്തിൽ ആശ്രയിക്കുക. ദൈവവചനത്തിൽ ആശ്രയിക്കുക. ഒന്ന്, ഒരു വ്യക്തി ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക്, ഈ കൃപയിലേക്ക് കടന്നു വന്നാൽ ആ വ്യക്തിയിൽ നിന്ന് ആദ്യം നീങ്ങിപ്പോകുന്നത് അല്ലെങ്കിൽ നീങ്ങിപ്പോകേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഭയമാണ് നീങ്ങിപ്പോകേണ്ടത്. കാരണം ഈ ഭയം നമ്മളിൽ നിന്ന് നീങ്ങിപ്പോകാൻ കാരണം അല്ലെങ്കിൽ പോകേണ്ടുന്ന ആവശ്യകത, ഈ രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ കടന്നു വരുന്ന അല്ലെങ്കിൽ അവന് ലഭിക്കുന്ന പ്രിവിലേജ്, അവൻ കടന്നു വരുന്ന ആ പദവിയുടെ വലുപ്പം എന്താണെന്ന് ഇന്നും നമ്മളിൽ പലർക്കും അറിയത്തില്ല. ആമേൻ. അതിന് ഒരു വാക്കിൽ ഞാൻ ഇങ്ങനെ പറയാം, കാൺമീൻ പറ. തന്നു അല്ലേ? രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്ന ഒരു വ്യക്തി, ആണോ പെണ്ണോ ആയിക്കോട്ടെ, ആ വ്യക്തിയുടെ പദവി എന്താ പറ? ദൈവത്തിന്റെ മക്കൾ. ഈ സമുദ്രത്തെയും ഭൂലോകത്തെയും ഇവിടെ കാണുന്ന സകലത്തെയും പടച്ചുണ്ടാക്കിയ ഒരുവനെ പിതാവേ എന്ന് വിളിക്കാൻ, അപ്പ എന്ന് വിളിക്കാൻ കഴിയുന്ന പദവിയിലേക്ക് നമ്മൾ വന്നു അല്ലേ? അതിനേക്കാൾ വലിയ പദവിയുണ്ടോ? നിങ്ങൾ പറ. അപ്പോ ഈ സകലത്തെയും ഉണ്ടാക്കിയ ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കാനുള്ള ഒരു പദവി രക്ഷിക്കപ്പെട്ടവന് കിട്ടി. അതിനേക്കാൾ വലിയൊരു പദവി ഉണ്ടോ ഇല്ലയോ? നിങ്ങൾ പറ. ഇല്ല. അപ്പം സാധാരണഗതിയിൽ നമ്മൾ എന്താ പറയേണ്ടത്? കർത്താവേ ഇനി ഒന്നും തന്നില്ലേലും പറ. സാരമില്ലെന്ന് പറയേണ്ടവരല്ലേ? അത്ര വലിയ രക്ഷയല്ലേ തന്നെ അല്ലേ? പക്ഷെ നമുക്ക് ഇപ്പോഴും പരാതി തീർന്നിട്ടില്ലല്ലോ. അപ്പൊ ഈ പദവിയുടെ വലുപ്പം നമുക്ക് അറിയുന്നില്ലെന്നാ ഞാൻ ഈ പറയുന്നത്. നമ്മൾ ആരാണ് എന്നുള്ള ബോധ്യം പലപ്പോഴും നമുക്ക് മറന്നു പോവുക. മനസ്സിലാകുന്നുണ്ടോ? അതിനൊരു പരിധിവരെ കാരണം നമ്മുടെ ആത്മീയ സമൂഹം ഈ കാലഘട്ടങ്ങളിൽ കൂടുതലായി നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നത് വചനത്തിലേക്കല്ല എന്നുള്ളതാണ്. വചനത്തിലേക്കല്ല, ലോകത്തിലേക്കാണ്. അപ്പൊ നമ്മൾ വചനത്തിൽ ആശ്രയിച്ചാൽ, ഞാൻ നിങ്ങളോട് ചലഞ്ച് ചെയ്ത് പറയുന്നു, നാട്ടിലൊരു പഴഞ്ചൊല്ല് പറയും, പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങൂല. അതുകൊണ്ടാ ഭക്തൻ എഴുതി വെച്ചത്, ആമേ സമുദ്രത്തിലെ വെള്ളം ഇരച്ച് കലങ്ങിയാലും മലകൾ വന്ന് കുലുങ്ങി താഴോട്ട് വീണാലും ഇവിടെ ഒരു കുലുക്കമില്ല, ഒരു നദിയുണ്ട്. എന്തെല്ലാം പ്രതിസന്ധികൾ ജീവിതത്തിൽ ആഞ്ഞടിച്ചാലും ഇവിടെ ചലിക്കാതെ നിൽക്കും. ചില ആളുകൾ ഇങ്ങനെ പറയാറുണ്ട്, ഇവൻ എത്ര വന്നിട്ട് ഒരു മാറ്റവും, എന്നെ നോക്കി പറയാറുണ്ട്. ഒരു പാലം കുലുങ്ങിയാലും കേളൻ ഒരു വിഷയമല്ല, ഇവിടെ നിൽക്കുക. അത് കഴിവ് കൊണ്ടല്ല ദൈവ മക്കളെ, മസിൽ പവർ കൊണ്ടല്ല, വചനത്തിലുള്ള ആശ്രയം. ഏതൊറക്കത്തിൽ വിളിച്ചെഴുന്നേൽപ്പിച്ചാലും ഒരു വിഷയം
നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞാൽ ഇരുന്നാട്ടെ, പുസ്തകമെടുക്കുക എന്ന് പറയാൻ ദൈവവചനത്തിലുള്ള ആശ്രയം. ആമേൻ. എന്നോടൊരാൾ ചോദിക്കാം, പാസ്റ്ററെ, താങ്കൾ ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ വിശ്വാസത്തിൽ വന്നു, താങ്കളുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത ഏറ്റവും വലിയ മിറക്കിൾ എന്താണ് എന്ന് ചോദിച്ചാൽ ഞാൻ അവരോട് പറയും, ആമേൻ, ഇത്രയും കാലത്തിനിടയിൽ ദൈവം എന്നിൽ ചെയ്ത ഏറ്റവും വലിയ മിറക്കിൾ എന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുന്നതാണ്. കാരണം മാനുഷിക ഡിഗ്രി പറയാനില്ല, ബുദ്ധിയിൽ വായിച്ചിട്ട് പലതും പിടികിട്ടുന്നില്ല, പുക പോലിരിക്കുന്ന കാലം. മദ്രസയിൽ ഖുർആൻ മാത്രം പഠിച്ചു വളർന്ന അറിവേ ഉള്ളൂ. എന്നാൽ അതിന്റെ അപ്പുറത്ത് ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും എന്ന് പറഞ്ഞ ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്റെ മുമ്പിൽ മുറുകെ പിടിച്ച് വചനത്തിൽ ആശ്രയം വെച്ച കാലം മുതൽ ഇന്നയോളം ഈ വചനം സംസാരിക്കാൻ ദൈവം നിർത്തിയിരിക്കുന്നതാണ് എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ട ഏറ്റവും വലിയ മിറക്കിൾ എന്ന് പറയുന്നത്. ആ ദൈവത്തിന് മുഖപക്ഷമുണ്ടോ? ഇല്ല. ചില ആളുകൾ ഇങ്ങനെ പറയാം, അങ്ങനൊന്നും പറയരുത്. ചില ആളുകൾ പറയും, മുസ്ലിം പശ്ചാത്തലത്തിൽ നിന്നൊക്കെ വന്നു ദൈവം ഇങ്ങനെ. ഇതിലൊന്നും കഥയില്ലെന്ന്. അതിനാ ദൈവത്തിന് വല്ല മുഖപക്ഷമുണ്ടോ? ഇല്ല. ഏത് പശ്ചാത്തലത്തിൽ നിന്നും വന്നോട്ടെ, അതല്ല മാറ്റർ. ദൈവസന്നിധിയിൽ ഇരിക്കാൻ സമയമുണ്ടോ? സ്തോത്രം. ദൈവം നമ്മോട് സംസാരിക്കുന്ന ദൈവമാണ്. ഇപ്പൊ എനിക്ക് ഏറ്റവും വലിയൊരു സങ്കടം വന്നിരിക്കുന്ന ഒരു കാര്യം കൂടെ പറഞ്ഞു വെച്ച് ഞാൻ ഈ വിഷയത്തോട് നീതി പുലർത്തുക. ഏറ്റവും വലിയൊരു സങ്കടം ഞാൻ പറയാം. പിന്നെ സഹോദരൻ മക്കള് എത്ര പേരാ? 2. ആണോ പെണ്ണോ? ഒരാണും ഒരു പെണ്ണും. ആ ആണിന്റെ പേരെന്താ? ആഷർ. ഞാനൊരു ഉദാഹരണം പറയാൻ വേണ്ടി ചോദിച്ചാ, ഈ ആഷർ എന്ന് പറയുന്ന ആ മകനും ഈ മനുഷ്യനും തമ്മിലുള്ള ബന്ധം എന്താ? അപ്പനും മകനും തമ്മിലുള്ള ബന്ധം അല്ലെ? ആ ബന്ധത്തിന്റെ ആഴം നിങ്ങൾക്ക് ആർക്കും പറഞ്ഞു തരേണ്ട കാര്യമില്ല. നമ്മളെല്ലാം ആ ഒരു പ്രോസസ്സിലൂടെ വന്നവരും നിൽക്കുന്നവരും ഒക്കെ തന്നെയാണ്. അപ്പോ ആ അപ്പൻ മകൻ തമ്മിലുള്ള ബന്ധത്തിലേക്ക് ഇരിക്കുക. ഞാൻ ആദ്യം പറഞ്ഞു, രക്ഷിക്കപ്പെട്ടവന് ലഭിച്ച പദവി എന്താ? ഏത് ബന്ധം? അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധമാണ്. അപ്പൊ ഈ ബന്ധത്തിൽ ഇവിടെ ഇരിക്കുന്ന ഒരു ലോകത്തിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതിനേക്കാൾ വലുതാണ് സ്വർഗത്തിലെ ബന്ധം. അവിടെ നിൽക്കട്ടെ. ലോകപ്രകാരം ബന്ധമുള്ള, അതുകൊണ്ട് ആ കർത്താവ് തന്നെ പറഞ്ഞേ, നിങ്ങൾ ലോകപ്രകാരമുള്ള നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ അപ്പം ചോദിച്ചാ കല്ല് കൊടുക്കുവോ? മുട്ട ചോദിച്ചാ തേളിന് ഇല്ല. അപ്പം ലോകത്തിലെ ബന്ധം ഇങ്ങനെ ആണെങ്കിൽ അതിലും വലുതാന്നല്ലേ കർത്താവ് പറഞ്ഞേ? അതെ. അപ്പൊ ലോകത്തിലെ ബന്ധം വെച്ചാ ഈ പറയുന്നത്, ഇദ്ദേഹത്തിന്റെ മകനുണ്ട്. ഈ മകനും അപ്പനും തമ്മിലുള്ള ബന്ധം അഭേദ്യമായ ബന്ധമാണെന്ന് നമുക്കറിയാം. പക്ഷേ ഈ ആഷേറിനോട് ഈ അപ്പൻ മിണ്ടൂല. ആഷേറിനോട് അപ്പൻ മിണ്ടൂല, ഒന്നും മിണ്ടൂല. ഇവനോടൊന്നും മിണ്ടൂല. അപ്പൊ ഇവന് ഒരു സൈക്കിൾ മേടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങൾ കേൾക്കണേ, സൈക്കിൾ മേടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ ഈ ആഷേറിനോട് ഈ പുള്ളി മിണ്ടൂല. അപ്പൊ ഈ സൈക്കിൾ മേടിച്ചു തരണമെന്ന് പുള്ളിക്ക് കൊച്ചിന് ആഗ്രഹമുണ്ട്. അപ്പൊ കൊച്ച് അപ്പുറത്തെ വീട്ടിലെ തോമസിന്റെ അടുത്ത് ചെന്നിട്ട് പറയാ, തോമാച്ച, പപ്പായോടൊന്ന് ചോദിക്കോ, എനിക്ക് സൈക്കിൾ മേടിച്ചു തരാൻ വല്ല പ്ലാനും ഉണ്ടോന്നൊന്ന് ചോദിക്കോ. അപ്പം അതെന്നാ നിനക്ക്? പുള്ളി എന്നോടൊന്നും മിണ്ടത്തില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിക്കാന്ന് പറഞ്ഞു. അങ്ങനെ തോമസ് വന്ന് ചോദിക്കുന്നു. അപ്പൊ തോമസിനോട് ഇദ്ദേഹം പറയുന്നു, അതിപ്പം എനിക്ക് മേടിച്ചു കൊടുക്കാൻ ഇപ്പൊ പദ്ധതിയില്ല, പദ്ധതിയുണ്ട്, അതൊരു 3 മാസം കഴിഞ്ഞേച്ചൊരു പദ്ധതി ഉണ്ടെന്ന് പറയുന്നു. ഉടനെ തോമസ് തിരിച്ചു വന്നിട്ട് സ്വന്തം ആഷേറിനെ വിളിച്ചിട്ട് പറയുന്നു, ഭാരപ്പെടണ്ട, ഒരു 3 മാസത്തിന്റെ അപ്പുറത്ത് സൈക്കിളിന്റെ കാര്യത്തിൽ ഒരു വിടുതല് നിങ്ങൾക്ക് മനസ്സിലായി എന്നെനിക്ക് വിശ്വാസമുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ പുള്ളി മോനോട് ഒന്നും എന്ത് ചെയ്യില്ല. നിങ്ങളുടെ സ്വത്രം പോയപ്പോ എനിക്ക് കാര്യം മനസ്സിലായി, നിങ്ങൾക്ക് പിടികിട്ടിയെന്നുള്ളത്. അപ്പൊ ഈ പുള്ളി സ്വന്തം മോനോട് എന്ത് ചെയ്യൂല? മിണ്ടൂല. അപ്പൊ മോനോട് മിണ്ടാത്തോണ്ട് മോന് തന്നെ കുറിച്ച് അപ്പനുള്ള പദ്ധതികൾ അറിയണമെങ്കിൽ ആരടുത്ത് ചെല്ലണം? ആ തോമസിനെ ആശ്രയിക്കണം. ഇതാണ് ഇന്നത്തെ ഗതി എന്നാ ഞാൻ പറഞ്ഞത്. മനസ്സിലായോ? അപ്പാ പിതാവെ എന്ന് വിളിച്ചുകൊണ്ട് സമയഭേദമന്യേ ഏതു സമയത്തും ധൈര്യത്തോടെ കൃപാസനത്തെങ്കിൽ അടുത്തു വരുവാൻ പുത്രത്വത്തിന്റെ ആത്മാവിനെ അവൻ നമുക്ക് നൽകിയെന്നും മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു എന്നും വചനം എഴുതിയിരിക്കെ, രക്ഷിക്കപ്പെട്ട ദൈവവേദനായ നിന്നോട് നിന്റെ പ്രാർത്ഥനാ മുറിയിൽ നിന്റെ അപ്പൻ സംസാരിക്കില്ല. പകരം നീ കിലോമീറ്ററുകൾക്ക് അപ്പുറം ഇരിക്കുന്നവനോട് ചോദിക്കുകയാണ്, ആ അപ്പൻ എനിക്ക് നൽകി തരുമെന്ന് അപ്പനോടത് ചോദിക്കണം. അങ്ങനെയാണെങ്കിൽ കാര്യമായ എന്തോ പ്രശ്നം നിനക്കും അപ്പനും ഇടയിൽ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആശറേ, നിന്റെ അപ്പൻ നിന്നോട് സംസാരിക്കുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം
അപ്പന് നിന്നോട് മിണ്ടാൻ പറ്റാത്ത വണ്ണം നിന്റെ ജീവിതത്തിൽ എന്തോ ഒരു കുരുത്തക്കേട് നീ കാണിച്ചതാണ്. അത് നീ അപ്പനോട് ഏറ്റു പറഞ്ഞിട്ട്, അപ്പാ പറ്റിപ്പോയപ്പാ എന്നോട് ക്ഷമിക്ക് എന്ന് പറഞ്ഞ് അപ്പനെ കെട്ടിപ്പിടിച്ചാൽ അവിടെ വെച്ച് വിഷയം തീരും. അപ്പൻ നിന്നോട് സംസാരിക്കും. പറഞ്ഞതിന്റെ താല്പര്യം, ദൈവം നിന്റെ പ്രാർത്ഥനാ മുറിയിൽ ഇടപെടുന്നില്ലെങ്കിൽ, നിനക്ക് മറ്റൊരുത്തനെ ആശ്രയിച്ച് ദൈവത്തിന് നിന്നെക്കുറിച്ചുള്ള ഹിതം തിരയേണ്ടി വരുന്നെങ്കിൽ, അതിന്റെ അർത്ഥം ദൈവത്തിന് നിന്നോട് ഇടപെടാൻ കഴിയാത്ത നിലയിൽ നിന്റെ ജീവിതത്തിലുള്ള കുറവുകൾ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് നിലവിളിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നെടുമ്പാട് വീഴുക എന്നുള്ളതാണ്. അതിന് നമുക്ക് മനസ്സില്ല. കാലം എത്ര കഴിഞ്ഞാലും ഞാൻ തോമാച്ചനോട് ചോദിച്ചോളാം എന്നാ കൊച്ചു പറയുന്നത് എന്ന് പറയുന്ന അവസ്ഥയാണ് ഇന്ന് ആത്മീയ ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാം, ദൈവവചനത്തിൽ നിങ്ങൾ ആശ്രയിക്ക്. ഷമീർ കൊല്ലമല്ല ബൈബിളിന്റെ അവസാന വാക്ക്. ഇവിടുത്തെ ഒരു പ്രസംഗകരുമല്ല ബൈബിളിന്റെ അവസാനത്തെ വാക്ക്. ആമേൻ. ഈ വേദപുസ്തകം പരിശുദ്ധാത്മാവിന്റെ നിറവിൽ എഴുതപ്പെട്ടതാണെങ്കിൽ ഈ വേദപുസ്തകമാണ് നമുക്ക് അവസാനത്തെ വാക്ക്. പൗലോസ്ലീഹ പറയുകയാണ്, ഈ പുസ്തകത്തിൽ ഞങ്ങൾ നിങ്ങളോട് പഠിപ്പിച്ചതിന് വിപരീതമായി ഇനി ഞങ്ങൾ തന്നെ നാളെ വെളിവ് കേട്ട് വല്ലതുമെന്ന് പറഞ്ഞാലും, സ്വർഗത്തിൽ നിന്ന് ഒരു ഏഞ്ചൽ ഇറങ്ങുമെന്ന് പറഞ്ഞാലും, അത് പുസ്തകത്തിലില്ലെങ്കിൽ ശപിക്കപ്പെട്ടതായിരിക്കട്ടെ. അങ്ങനല്ലേ? പക്ഷേ പുസ്തകത്തിൽ ഇല്ലേലും ഇപ്പൊ നമ്മുടെ ഗതി എന്താ? ഏഞ്ചലാണ് പറഞ്ഞെങ്കിൽ നമ്മൾ പറയും, പുസ്തകത്തിൽ ഇല്ലേലും കുഴപ്പമില്ല, പറഞ്ഞതാരാ? പിന്നെ ഇറങ്ങി വന്ന് വെള്ള വസ്ത്രം ഇങ്ങനൊക്കെ പറയും. പക്ഷെ വചനത്തിൽ ആശ്രയം വെച്ചാൽ നമുക്ക് മനസ്സിലാകും, ശരിയും തെറ്റും തിരിച്ചറിയുവാനായിട്ട് സാധിക്കും.